ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന യൂട്യൂബർമാർ പലതരത്തിലുണ്ട്. ചില ആളുകളുടെ വാക്കും വിശ്വസിച്ച് നിങ്ങൾ അവർ പറയുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ 1,29,00,000 രൂപയൊക്കെ വരെ നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം. അങ്ങനെ തെറ്റായിട്ടുള്ള സ്കീമുകൾ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വലിയൊരു എമൗണ്ട് നഷ്ടപ്പെടുത്തുന്നത് ഒട്ടും ബുദ്ധിപരമല്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ചതിക്കുഴികൾ പെടാതെ എങ്ങനെ കൃത്യമായിട്ട് നിക്ഷേപിക്കാം എന്നുള്ളത് അറിയാം. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും AskRupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. നമ്മളുടെ വീഡിയോയിൽ പലതവണ പല തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അത്രയും ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും നമ്മൾക്ക് വരുന്ന ഇമെയിലുകളോ അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശങ്ങളോ ഒക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം പേര് നമ്മളുടെ മലയാളത്തിലെയും മറ്റുള്ള ഭാഷകളിലെയും ഒക്കെ സോ കോൾഡ് ഹൈഫൈ യൂട്യൂബർമാർ പറയുന്നത് കേട്ടിട്ട് പല മോശം സ്കീമുകളിലും മോശം രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ വലിയ പൈസ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,29,00,000 രൂപയൊക്കെ ഇത്തരം യൂട്യൂബർമാർ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് ഒഴിവാക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മ്യൂച്വൽ ഫണ്ട് സഹിഹേ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ടിലെ പല കാര്യങ്ങളും സഹി അല്ല അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്നറിയാലോ. ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും റെഗുലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും. നിങ്ങൾ ഒരേ മ്യൂച്വൽ ഫണ്ടിൻ്റെ രണ്ട് പ്ലാനുകളിൽ, അതായത് റെഗുലർ പ്ലാനിലും ഡയറക്റ്റ് പ്ലാനിലും നിങ്ങൾ നിക്ഷേപിക്കുകയാണ് എന്ന് കരുതുക. 25,000 രൂപ ഒരു 30 വർഷം നിങ്ങൾ നിക്ഷേപിക്കുകയാണ്. ആവറേജ് ഒരു 12% അതിൻ്റെ ആനുവൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നും കരുതുക. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, അതിന് ചെലവായിട്ട് കൊടുക്കുന്ന ഡയറക്റ്റ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 1% എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6,46,00,000 രൂപയാണ്. അതേസമയം തന്നെ നിങ്ങൾ ഈ ഫണ്ടിന്റെ തന്നെ റെഗുലർ പ്ലാനിലാണ് നിക്ഷേപിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് അഡീഷണൽ ആയിട്ട് 1% കൂടെ കൊടുക്കേണ്ട ഒരു ഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് വെറും 5,17,00,000 രൂപയാണ്. 6,46,00,000 രൂപയിൽ നിന്ന് 5,17,00,000 രൂപ കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 1,29,00,000 രൂപ അല്ലെ? ആ പൈസ ആർക്കാണ് പോകുന്നത്? നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞ് അവരുടെ ബ്രോക്കർ എന്നുള്ള രീതിയിൽ ചേർത്തിയ സോ കോൾഡ് യൂട്യൂബർമാർക്ക് ആണ് ആ കമ്മീഷൻ പോകുന്നത്. വളരെ വലിയൊരു എമൗണ്ട് ആണല്ലേ. നിങ്ങൾ അത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ്, ശരിക്കും നടക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലായാലും റെഗുലർ പ്ലാനും ഡയറക്റ്റ് പ്ലാനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന്, അതിൻ്റെ വിലകളിലുള്ള വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നേരിട്ട് അതാത് മ്യൂച്വൽ ഫണ്ടിലേക്കാണ്. അതായത് നമ്മൾക്ക് മറ്റാർക്കും കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പലതരത്തിൽ ചെയ്യാം. ഈ വീഡിയോയുടെ സ്പോൺസർമാരായിട്ടുള്ള ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് ലോങ് ടേമിലേക്കുള്ള ഹോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 1 രൂപ പോലും ബ്രോക്കറേജ് വാങ്ങാതെയും, ഇപ്പോൾ ഇൻട്രാഡേ ഓപ്ഷൻസ് പോലുള്ള ട്രേഡിങ്ങിനാണെങ്കിൽ 15 രൂപ മാത്രം ബ്രോക്കറേജ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല ഒരു ബ്രോക്കേഴ്സാണ്. അവരുടെ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാ ഫണ്ടുകളുടെയും ഡയറക്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോം വഴി തന്നെ വാങ്ങാനും നിങ്ങളുടെ സ്റ്റോക്കുകളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അത് കാണാനും ഒക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട്. ഏകദേശം 1,00,000-ഓളം കസ്റ്റമേഴ്സ് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റും ട്രേഡും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആലിസ് ബ്ലൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാനും ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ആലിസ് ബ്ലൂവിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങൾക്കൊരു മെയിൽ വരാറുണ്ട്, മന്ത്ലി ഒക്കെ മെയിൽ വരാറുണ്ട്. എന്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ അല്ലെങ്കിൽ TER എത്രയാണ് എന്ന് പറഞ്ഞിട്ട്. ഈ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവറേജ് ഒരു വർഷം വരുന്ന ചെലവിന്റെ പെർസെൻറ്റേജിനെയാണ് TER എന്ന് പറയുന്നത്. TERലെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ചാർജ്, അതുപോലെ
ഈ ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജ്, മറ്റുള്ള അവരുടെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചാർജ്, അങ്ങനെയുള്ള ചാർജുകളൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ TERന്റെ ഒരു പോർഷൻ. അത് ഡയറക്റ്റ് ഫണ്ടുകൾക്ക് അത്രയുമാണ് വരിക. അതേസമയം നിങ്ങൾ ഈ ഫണ്ടിന്റെ തന്നെ റെഗുലർ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ട് മാനേജ്മെന്റ് ചാർജും അഡ്മിനിസ്ട്രേറ്റീവ് ചാർജും മാർക്കറ്റിംഗ് എക്സ്പെൻസിനും പുറമെ നിങ്ങളെ ഇതിൽ ചേർക്കാൻ സഹായിച്ചിട്ടുള്ള ബ്രോക്കർ, യൂട്യൂബർ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ബ്രോക്കർക്കും അല്ലെങ്കിൽ ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കർക്കും ഒക്കെ കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള കമ്മീഷനും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഏകദേശം ഈ ഫണ്ട് മാനേജ്മെന്റ് ചാർജിന്റെ ഒക്കെ ഇരട്ടിയോളം വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കോമ്പണന്റും കൂടെ 1% നമുക്ക് ചാർജ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ബ്രോക്കറുടെ കമ്മീഷൻ എന്ന് പറഞ്ഞു തന്നെ അടുത്ത ഒരു 1% ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ പ്ലാനുകൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ പ്ലാനുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിന്റെ KYC ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതിനെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാർജുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റ് 2 ചാർജുകളും കൂടെ ഉണ്ട്. ഒന്ന് എൻട്രി ലോഡ്, മറ്റൊന്ന് എക്സിറ്റ് ലോഡ്. എൻട്രി ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പൈസ ഇടുമ്പോൾ ആ പൈസയിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ആണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻട്രി ലോഡ് എന്ന് പറയുക. മിക്കവാറും ഒരു പദ്ധതികൾക്ക് ഇപ്പോൾ എൻട്രി ലോഡ് ഇല്ല. പക്ഷേ എക്സിറ്റ് ലോഡ് മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഉണ്ട്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് പൈസ ഇട്ടു, ആ പൈസ നമ്മൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ രീതിയിലൊരു ഫൈൻ ഈടാക്കും. അതിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഇന്ന് നിക്ഷേപിച്ചു, അതിന്റെ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1% എക്സിറ്റ് ലോഡ് എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ 1 ലക്ഷം രൂപ പിൻവലിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ 1 ലക്ഷം രൂപ വർദ്ധിച്ചിട്ട് 1,50,000 രൂപയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 1% എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1,50,000ന്റെ 1%, അതായത് 1,050 രൂപ ഈ 1,50,000 എന്ന് പറഞ്ഞിട്ടുള്ള തുകയിൽ നിന്ന് കുറച്ചിട്ട് ആ 1,03,950 രൂപ മാത്രമേ നിങ്ങൾക്ക് തിരികെ കിട്ടുള്ളൂ. അതിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയാം. അപ്പോൾ എക്സിറ്റ് ലോഡ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഫണ്ടുകൾ പറഞ്ഞിട്ടുള്ള കാലയളവ് നമ്മൾ ആ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല ഫണ്ടുകൾക്കും പലതരത്തിലുള്ള എക്സിറ്റ് ലോഡാണ്. അതായത് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കാലത്തേക്ക് നമ്മൾ ഇടുന്നതിന് മിക്കവാറും ഒരു ദിവസം ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര, വളരെ 0.007%, അല്ലെങ്കിൽ 2 ദിവസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 0.0006%, അങ്ങനെ പറഞ്ഞ് കുറഞ്ഞ് ഒരു 7 ദിവസത്തിൽ കൂടുതലൊക്കെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകൾക്കൊന്നും തന്നെ എക്സിറ്റ് ലോഡ് ഇല്ല. അതുപോലെ ഷോർട്ട് ടേം മ്യൂച്വൽ ഫണ്ടുകൾക്കും ഏകദേശം അതുപോലെ തന്നെ 0 എന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് ലോഡാണ്. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യമൊക്കെ പറയുകയാണ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസമോ 1 വർഷമോ ഒക്കെ ഇത് ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1% വരെയൊക്കെ, അല്ലെങ്കിൽ ചിലതിന് 2% വരെയൊക്കെ പിഴ ഈടാക്കാറുണ്ട്. അതിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. മറ്റ് 2 ചാർജുകളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഏതാണ്ട് അവസാനിക്കും. ഒന്ന് ഇതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. നമ്മൾ ഒരു 10,000 രൂപ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിലേക്ക് 9,998 രൂപ അല്ലെങ്കിൽ 99 രൂപയൊക്കെ നിക്ഷേപമായിട്ടുണ്ടാവുള്ളൂ. അതിന് കാരണമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിലേക്ക്, ഒരു ചാർജിന്റെ രൂപത്തിൽ ഇപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 10,000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ 9,999 ഒക്കെയാണ് ഇൻവെസ്റ്റഡ് ആവുന്നത്. അതിനെയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയാം. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ പേരാണ് ടാക്സുകൾ. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മ്യൂച്വൽ ഫണ്ടും ഇൻകം ടാക്സും തമ്മിലുള്ള ബന്ധവും അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ ലാഭത്തിന്റെ 15% നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ചു, അത് 5,000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടി, 1,50,000 ആണ് എന്നുണ്ടെങ്കിൽ ഈ 5,000ന്റെ 15%, അതായത് 750 രൂപ നിങ്ങൾ
ഇൻകം ടാക്സ് ആയിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നുള്ള രൂപത്തിൽ അടയ്ക്കാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതേസമയം നിങ്ങൾ ഒരു വർഷത്തിനൊക്കെ ശേഷമാണ് ഇത് പിൻവലിക്കുന്നത്, ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ടാക്സ് കൊടുക്കുള്ളൂ. ഇതേ സിറ്റുവേഷനാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് 1 ലക്ഷം രൂപ 1,05,000 പിൻവലിക്കുന്നതെന്നുണ്ടെങ്കിൽ 10%, അതായത് 5,000ന്റെ 10%, 500 രൂപ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് കാണിക്കണം. പക്ഷേ നമ്മളുടെ ഒരു പാൻ നമ്പറിലുള്ള ഒരാളുടെ ഒരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ മൊത്തത്തിലുള്ള ലാഭവും മൊത്തത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഷെയറുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ വിറ്റിട്ട് കിട്ടുന്ന ടോട്ടൽ ആയിട്ടുള്ള ഒരു ഗെയിൻ 1 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. 1 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, 1,05,000 ആയി, ഒരു വർഷത്തിന് ശേഷം പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5,000 ടാക്സും കൊടുക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് വളരെ ബുദ്ധിപരമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കുറച്ചധിക കാലം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിൻവലിക്കുക, അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പിൻവലിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് വളരെ വലിയ നേട്ടം, ഇത്തരം പ്രശ്നങ്ങളോ ഈ 1.5 കോടി രൂപയൊന്നും നഷ്ടപ്പെടുത്തി നമുക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ആലിസ് ബ്ലൂവിന്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. അതേപോലെ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.